എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇന്ന് ലോക നാടക ദിനത്തിലെ പയ്യന്നൂരിലെ നാടക പ്രവർത്തകൻ, പയ്യന്നൂരിലെ നാടക തട്ടിൽ ശ്രദ്ധേയമായ പകർനാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു അതുല്യ കലാകാരനായിട്ടുള്ള AK മുരളിയുമായിട്ട് നാടകകാല അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ നാടക അനുഭവങ്ങൾ, കലാ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ തേടി കണ്ടുപിടിച്ചിട്ടുള്ളത്. കാരണം വളരെ സ്വാർത്ഥകമായ ഒരു ചർച്ച നാടക ദിനത്തിൽ, നാടകങ്ങൾ ഉഴുതുമറിച്ച മണ്ണാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണ്, പയ്യന്നൂരിന്റെ മണ്ണ്. പിന്നെ നമ്മുടെ പയ്യന്നൂരിൽ അതുല്യരായ നിരവധി നാടക പ്രവർത്തകന്മാരുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു യുവ നാടക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പയ്യന്നൂരിലെ നാടക പ്രവർത്തകർക്ക്, സഹൃദയർക്ക് ഏറെ പരിചിതമുള്ള വ്യക്തിയാണ് AK മുരളി. AK മുരളിക്ക് എന്താണ് നാടകവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? നമസ്കാരമുണ്ട്. നമ്മളിന്ന് ലോക നാടക ദിനമാണ്. ഈ ദിനത്തില് പിന്നെ പയ്യന്നൂരിലെ ഒരു പ്രമുഖനായ ഒരു നാടക പ്രവർത്തകനെ, ആദ്യം തന്നെ പ്രമുഖനായ ഒരു നാടക പ്രവർത്തകൻ, അതുപോലെ തന്നെ കലാകാരനെ, പിന്നെ പയ്യന്നൂരിലെ പിന്നെ ആളുകളുമായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, പയ്യന്നൂരിന്റെ ആളുകൾ മാത്രമല്ല പച്ചവെളിച്ചത്തിന് പ്രേക്ഷകരുമായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണ് ഈ നാടക ദിനത്തിലെ പിന്നെ AK മുരളി എന്ന് പറയുന്ന അതുല്യ കലാകാരന് പറയാനുള്ളത്? നാടകത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ആദ്യം അയാളുടെ പേരെ ഓർമ്മിക്കുക. അമ്മയുടെ അച്ഛൻ ചെറിയ കുട്ടികളെ, അവരെ മക്കളെയും ഇവരൊക്കെ കൂട്ടി നാടകം കളിക്കുന്നത്, അതാണ് എൻ്റെ ആ ഒരു പാരമ്പര്യമാണ്. അത്തായി കുഞ്ഞപ്പമോശം, അതാണ് എൻ്റെ ഒരു വെളിച്ചം. പിന്നെ എൻ്റെ കറക്റ്റ് നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത് P. ബാലേന്ദ്രൻ, അന്നൂര് ബാലേന്ദ്രനാണ്. പറഞ്ഞോളൂ, അത് പെട്ടെന്ന് ഒരു ടെക്നിക്കലാണ്. ബാലേന്ദ്രൻ നാടകം എന്താണെന്ന് എന്നെ ഒക്കെ പറഞ്ഞു തരുന്നത് ബാലേന്ദ്രനാണ്, P. ബാലേന്ദ്രൻ, അന്നൂര്. അദ്ദേഹത്തിൻ്റെ സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞ ആദ്യ നാടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാടകം അഭിനയിക്കുന്നത്. അതിനു മുമ്പേ ശിവരാത്രി നാടകങ്ങളൊക്കെ വീട്ടിൽ തന്നെ കട്ടനൊക്കെ കെട്ടിയിട്ട് ശിവരാത്രി നാടകം കളിക്കും. അപ്പോൾ ബാബു അന്നൂര് നമ്മളൊക്കെ കളിക്കുക നാടകം. പിന്നീട് സ്കൂൾ വാർഷികത്തിലേക്ക്, അങ്ങനെ സ്കൂൾ വാർഷികത്തിൽ നാടകം കളിച്ചു. ചെറിയ പ്രായത്തിൽ നാടകം ആയിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ്റെ കൂടെ കൂടിയതിന് ശേഷം ബാലേന്ദ്രൻ്റെ നാടകങ്ങളെല്ലാം ഞാൻ ഉണ്ടാവും. ബാലേന്ദ്രൻ 10ഓളം നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ട് എനിക്ക് തോന്നുന്നു, അമച്വറായി. പിന്നെ മലയാളത്തിൽ തന്നെ ഏറ്റവും മാസ്റ്റേഴ്സ് ഡയറക്ടേഴ്സിൽ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ജോസ് ശർമ്മലു, സുവീരൻ, V. ശശി എന്ന് പറയുന്ന മാസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ, മദനൻ, ഇവരൊക്കെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ഗോപിനാഥ്. കണ്ടിന്യൂ ചെയ്താൽ ലൈവിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. പറഞ്ഞു, മാസ്റ്റേഴ്സിന്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമച്വറായിരുന്നു ഞാൻ കൂടുതൽ കളിച്ചത്. അമച്വർ നാടകമായി ഞാൻ കൂടുതൽ കളിച്ചു. പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു 4 നാടകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ ലാസ്റ്റ് കളിച്ചത് ഹിക്കാരി ശംഭു എന്ന ഒരു നാടകമാണ് ലാസ്റ്റ് കളിച്ചത്, തൃശ്ശൂർ രജപുത്രയുടെ. എത്ര വർഷമായത്? അതിപ്പോൾ ഒരു 10 വർഷം, 8-9 വർഷമായിട്ടുണ്ടാവും. 8-9 വർഷത്തിന് ശേഷം നാടകമില്ല? ഇല്ല, ഞാൻ നാടകം കളിക്കൂല. ഞങ്ങളുടെ കാലിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് സ്റ്റേജിൽ വീണ് പോകണ്ട. ഞാൻ പിന്നെ അത്യാവശ്യം മദ്യപിക്കുന്ന ആളുമാണ്. അപ്പോൾ ആള് പറയും കണ്ടുപിടിച്ച് വീണ് പറയണ വെച്ചിട്ട് ഞാൻ മെനക്കെടില്ല. പിന്നെ നാടകത്തിൽ പിന്നെ നാടകം കളിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സുഖം, അതായത് നാടകം അല്ല റിഹേഴ്സൽ ക്യാമ്പിലായാലും ഇത് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ക്ഷീണം, അത് വേർത്ത്, അതിൻ്റെ ഒരു ഉറക്ക്, ഒരു വല്ലാത്ത സുഖം. പിന്നെ എന്നെ ഇത്തിരി ആൾ കാണുന്നുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ, അപ്പം അതിൻ്റെ ഒരു ആനന്ദം, ഇതൊക്കെ ഭയങ്കര രസമാണ്. നാടകത്തിന് എനിക്കൊന്ന് സിനിമയെക്കാളും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലായിട്ട് ഞാൻ പറയുന്നു, എനിക്കിഷ്ടം നാടകം. ഞാൻ ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായി, തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും എനിക്ക് താല്പര്യമില്ലാണ് നാടകം കളിക്കാനത്. ഇപ്പോൾ ലാസ്റ്റിൽ ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഒരു സോളോ ഡ്രാമ പ്രകാശൻ കരുവള്ളൂർ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കണ്ണു ഓപ്പറേഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ മാറിയുന്നതായിരുന്നു. അതിന് ചെയ്യണമെന്നുണ്ട്. പ്രകാശൻ കരുവള്ളൂർ സഞ്ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി മാത്രം സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ നാടകത്തെക്കുറിച്ച് പറയേണ്ടത്? ഈ നാടകത്തിൽ നിന്ന് 10 വർഷമായിട്ട് മാറി നിൽക്കുന്നു അല്ലേ?
അതിലിപ്പം നിങ്ങൾ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് ആണ്, അത് മാത്രമാണോ? നാടകത്തിലൂടെ ജീവിതത്തെ കരുവി പിടിപ്പിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം നിലവിലില്ല. എന്താണ് മുരളിയേട്ടൻ? അങ്ങനെയുണ്ടത്. നമ്മളെ ഒന്നാമത് ശമ്പളമൊക്കെ കുറവാണ്. എന്തായാലും ഇപ്പം ഒരു പ്രൊഫഷണൽ നാടകം കളിക്കുന്നവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പറ്റാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഇപ്പം വേറെ രീതിയിലാണ് ജീവിക്കുന്നത്. എന്തായാലും കുടുംബം പറ്റാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു പ്രൊഫഷണൽ നാടകം ഇപ്പം അഭിനേതാവിന് ഒരിക്കലും പറ്റില്ല. സാമ്പത്തിക പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് നാടകത്തിൽ നിന്ന് മാറിയുന്നത് ആക്സിഡന്റ് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ആക്സിഡന്റ് അല്ല, ഞാൻ മാറിയുന്നത് കാലിന്റെ ഈ പ്രശ്നം കൊണ്ട് ഒരു കാലിന് ഒരു ആക്സിഡന്റ് ആയി. അതിന് ശേഷമാണ് ഞാൻ നിർത്തിയത്. കാരണം സ്റ്റേജിൽ വീണുകൊണ്ട ഇതൊരു വീണുപോയാലും പറയാം ഞാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുന്ന ആളാണ്. അപ്പൊ പറയാം അത് കണ്ടുപിടിച്ച് വീണ് പറയും. അതിന് ഇട കൊടുക്കേണ്ട ആവശ്യം ഞാൻ മാറിയുന്ന അല്ല. അതുകൊണ്ട് അല്ല, ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഫ്ലോ നഷ്ടപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പയ്യന്നൂരിൽ നന്നായിട്ട് അറിയുന്ന, അതുപോലെ നാടക മേഖലയിലുള്ള ആളുകൾക്ക് AK മുരളിയെ നന്നായിട്ട് അറിയാം. അതിലൊരു തർക്കമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു നാടകത്തിൽ നിന്ന് മറ്റുള്ളവരെന്തെങ്കിലും പറയും, അത് അല്ലെങ്കിൽ ഇങ്ങനെ പറയും. അതുകൊണ്ട് ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നാടകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ചിന്തിക്കണം. പ്രകാശൻ കരുവള്ളൂർ എന്ന് പറയുന്ന അവരോട് ഒരു സോളോ നാടകത്തിന്റെ പേര് പറഞ്ഞല്ലോ. അതുകൊണ്ട് നാടകരംഗത്തേക്ക് തിരിച്ചു വരുന്നതിൽ എന്താണ് പ്രയാസമുള്ളത്? അല്ല, ഞാൻ തിരിച്ചു വരും. പ്രയാസം കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പം ഒരാൾ കക്ഷിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. വേണ്ട അതൊന്നും വേണ്ട, വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു കക്ഷി അല്ല, തിരിച്ചു വരവ് ഉണ്ട് നാടകത്തിലേക്ക്. ഒരു നാടകം കൂടെ കളിച്ചിട്ട് അവസാനിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏകദേശം എത്ര നാടകം അഭിനയിച്ചിട്ടുണ്ട്? അത് എനിക്ക് തോന്നുന്നൊരു 40ഓളം നാടകങ്ങളിൽ സ്റ്റേജിന്റെ എണ്ണം എനിക്ക് പറയാൻ പറ്റില്ല. 40ഓളം നാടകത്തിൽ അഭിനയിച്ചു. 40 വിവിധ പ്രഗത്ഭരായ ആൾക്കാരടക്കമുള്ള. അത് ചെറിയ പ്രായം മുതൽ വരുന്നല്ലേ. അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാർ പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ലിസ്റ്റിലൊക്കെ വരുന്നത്. അതെ, നേരത്തെ പറഞ്ഞ സംവിധായകന്മാർ അവരുടെ കൂടെ നാടകത്തിൽ ഏകദേശം 40ഓളം നാടകങ്ങൾ നാടകത്തിന്റെ സ്റ്റേജിന്റെ എണ്ണം എനിക്ക് പറയാൻ പറ്റും. ഒരുപാട് സ്റ്റേജുകളിൽ കളിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രൊഫഷണൽ അമേച്ചർ നാടകത്തിൽ ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ തട്ടിപ്പറയുന്ന നാടകം ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും? എനിക്ക് ബാലേന്ദ്രേട്ടന്റെ കുടുക്ക എന്നാല് PM താജിന്റെ കുടുക്ക നാടകത്തിലെ ഫസ്റ്റ് മെയിൻ റോഡ് ചെയ്യുന്നതിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ തന്നെ ബാലേന്ദ്രേട്ടന്റെ തന്നെ ഉണ്ണിമായ കരയുന്നു, ബാലൻ അന്നൂരിന്റെ ഉണ്ണിമായ കരയുന്നത് വിദൂഷണനായിട്ടും ആ 2 രൂപ എനിക്ക് ഭയങ്കര എത്ര പ്രാവശ്യം കളിച്ചാലും എനിക്ക് അത് മതിയാവില്ല. അത് എത്ര കളിച്ചാലും. പിന്നെ വേറൊരു സംഗതി സുധീരന്റെ ദ്വീപ് എന്ന് പറയും, ദി ഐലൻഡ്. അത് ഇംപ്രവൈസേഷനാണ്. ഇംപ്രവൈസ് ചെയ്ത് ഞാനും അരവി കാഞ്ഞങ്ങാട് തച്ചങ്ങാട് പറഞ്ഞ കക്ഷി ഇഡിപ്പസിന്റെ ഒരു ക്യാമ്പിൽ നിന്നുണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കിയ നാടകം. അതും ഒരുപാട് കോളേജ് ക്യാമ്പസിലൊക്കെ ഒരുപാട് 10-100ഓളം സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. നമ്മുടെ 2 പേര് മാത്രമേ. അത് ആ റൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ലൈവായി അറിഞ്ഞ് നമ്മളിങ്ങനെ മറന്നു ചെയ്യുന്ന അങ്ങനെ ചിലയുണ്ട്. പറഞ്ഞോളൂ. അത് ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് പ്രേക്ഷകർ വിചാരിക്കല്ല. നല്ല രീതിയിൽ വരുന്ന ടെക്നിക്കൽ ലൈവ് ആയതുകൊണ്ട് അതിനൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞോളൂ. ഞാൻ ശരിക്കും നാടകക്കാരനല്ല പറഞ്ഞാല് ഞാൻ അല്ല, ഇതിൽ ഇടക്കിടക്ക് കട്ടായി പോകുന്നതുകൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതൊരു ഫ്ലോ ആയിട്ട് പോകുന്നില്ല. നമുക്ക് അദ്ദേഹം പറയാനുള്ള മുഴുവനായിട്ട് മുഴുവിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ലൈവ് തൽക്കാലം നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മുടെ ഈ പ്രിയ കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റ് നാടകാനുഭവങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പാട്ടൊക്കെ എന്തായാലും പച്ചവെളിച്ചം അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കും. അദ്ദേഹം അതുല്യ കലാകാരനാണ് ആ അർത്ഥത്തിൽ. ഇത് നമ്മൾ ഇടക്കിടക്ക് കട്ടായി പോകുന്നതുകൊണ്ട് ഫ്ലോ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പച്ചവെളിച്ചം എന്തായാലും